മാർച്ച് മാസത്തെ പ്രധാന കറണ്ട് അഫയേഴ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ആദ്യത്തെ ചോദ്യം കേരളവുമായി ബന്ധപ്പെട്ടാണ്. ആദ്യ ഭാഗം, തദ്ദേശ പുരസ്കാരങ്ങളിൽ മികച്ച ജില്ലാ പഞ്ചായത്തായി തിരഞ്ഞെടുക്കപ്പെട്ടത് കൊല്ലം ജില്ല. മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള അവാർഡ് ലഭിച്ചത് കൊല്ലം ജില്ല. മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് പെരുമ്പടപ്പ് ആണ്, മലപ്പുറം ജില്ലയാണ്. മുമ്പ് പറഞ്ഞ ചോദ്യങ്ങൾ തന്നെയാണ്. അതുപോലെ തന്നെ മികച്ച ഗ്രാമപഞ്ചായത്തായി വെളിയന്നൂർ, കോട്ടയം ജില്ല. മികച്ച ഗ്രാമപഞ്ചായത്ത് വെളിയന്നൂർ, കോട്ടയം ജില്ല. അതുപോലെ തന്നെ മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരം, മികച്ച നഗരസഭ ഗുരുവായൂർ. ഒന്നും കൂടെ പറയാം. മികച്ച ജില്ലാ പഞ്ചായത്ത് കൊല്ലം ജില്ല, മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് പെരുമ്പടപ്പ് മലപ്പുറം ജില്ല, മികച്ച ഗ്രാമപഞ്ചായത്ത് വെളിയന്നൂർ, കോട്ടയം ജില്ല, മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരം, മികച്ച നഗരസഭ ഗുരുവായൂർ. ഇത്രയുമാണ് തദ്ദേശ പുരസ്കാരങ്ങളിലെ പ്രധാന പുരസ്കാരങ്ങൾ. കലാനിധി അക്ഷരരത്ന പുരസ്കാരം ലഭിച്ചത് കലാനിധി അക്ഷരരത്ന പുരസ്കാരം ലഭിച്ചത് പി വി ചന്ദ്രനാണ്. കലാനിധി അക്ഷരരത്ന പുരസ്കാരം ലഭിച്ചത് പി വി ചന്ദ്രൻ. അടുത്ത ചോദ്യം, പൂർണ്ണ പുരസ്കാരം ലഭിച്ചത് കെ എസ് ചിത്ര. കേരളത്തിന് വാനമ്പാടി എന്നറിയപ്പെടുന്ന കെ എസ് ചിത്രയ്ക്കാണ് പൂർണ്ണ പുരസ്കാരം ലഭിച്ചത് കെ എസ് ചിത്ര. ഇനി അടുത്തത്, ശ്രീ പാർവതി സ്ത്രീരത്ന പുരസ്കാരം ലഭിച്ചത് ജില്ലാ കളക്ടറായിട്ടുള്ള അനുകുമാരിയാണ് സ്ത്രീരത്ന പുരസ്കാരം ലഭിച്ചത്, അനുകുമാരി. അടുത്തത്, പ്രഥമ പത്മകീർത്തി പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ നാരായണൻ. പ്രഥമ പത്മകീർത്തി പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ നാരായണനാണ് പത്മകീർത്തി പുരസ്കാരം ലഭിച്ചത്. ഇനി ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ച സാഹിത്യ നിരൂപകൻ കെ പി ശങ്കരൻ. ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ച സാഹിത്യ നിരൂപകൻ കെ പി ശങ്കരനാണ് ഉത്തരം, കെ പി ശങ്കരൻ. ഇനി അടുത്തത്, ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപക ഉച്ചകോടി നടന്നത് എവിടെ എന്നതാണ് ചോദ്യം. ഇൻവെസ്റ്റ് കേരള എന്ന പേരിൽ ആഗോള നിക്ഷേപക സംഗമം അല്ലെങ്കിൽ ആഗോള നിക്ഷേപക ഉച്ചകോടി നടന്നത് കൊച്ചിയാണ് ഉത്തരം. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സ്കൂബ ഡൈവിംഗ് സംഘം. വനിതാ സ്കൂബ ഡൈവിംഗ് സംഘത്തിൻ്റെ പേര് ഗാനറ്റ്സ് ആണ് ഉത്തരം. അത് കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൻ്റെ സംഘമാണ് ഗാനറ്റ്സ് എന്നറിയപ്പെടുന്നത്. ഗാനറ്റ്സ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സ്കൂബ ഡൈവിംഗ് സംഘം. ഇനി എൻ രാമചന്ദ്രൻ പുരസ്കാരം ലഭിച്ചത് 2024 എൻ രാമചന്ദ്രൻ പുരസ്കാരം ലഭിച്ചത് ഷബാന ആസ്മിയാണ് ഉത്തരം, ഷബാന ആസ്മി. നിശാഗന്ധി പുരസ്കാരം ലഭിച്ചത് നൃത്തരംഗത്ത് നിശാഗന്ധി പുരസ്കാരം ലഭിച്ചത് പ്രഥമ പ്രശസ്ത കഥക് കലാകാരൻ പണ്ഡിറ്റ് രാജേന്ദ്ര ഗംഗാനിക്കാണ് നൃത്തരംഗത്തെ സമഗ്ര സമ്മാനിക്കുള്ള നിശാഗന്ധി പുരസ്കാരം ലഭിച്ചത്. അത് കേരള സർക്കാരിൻ്റെ പുരസ്കാരമാണ് നിശാഗന്ധി പുരസ്കാരം. 1,50,000 രൂപയാണ് സമ്മാന തുക. ഇനി സ്വാതി അയ്യപ്പ പണിക്കർ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് സാഹിത്യ പുരസ്കാരം ലഭിച്ചത് കെ ജയകുമാറാണ്. സ്വാതി അയ്യപ്പ പണിക്കർ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് കെ ജയകുമാർ. ഇന്ത്യയുമായി ബന്ധപ്പെട്ട പ്രധാന ചോദ്യങ്ങളാണ്. അതിൽ നിർമ്മിത ബുദ്ധി ഉച്ചകോടി, അടുത്ത നിർമ്മിത ബുദ്ധി ഉച്ചകോടി, അതായത് 2026 നിർമ്മിത ബുദ്ധി ഉച്ചകോടി നടക്കുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ അതിന് വേദിയായത് ഇന്ത്യയാണ് 2026 വർഷത്തെ നിർമ്മിത ബുദ്ധി ഉച്ചകോടിയുടെ വേദി. നിലവിൽ നിർമ്മിത ബുദ്ധി ഉച്ചകോടി നടന്നത് പാരീസിലാണ്. അടുത്ത നിർമ്മിത ബുദ്ധി ഉച്ചകോടി നടക്കുന്നത് രാജ്യം വേദി എന്ന് ചോദിച്ചാൽ ഇന്ത്യ. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ വൈറ്റ് ടൈഗർ ബ്രീഡിംഗ് കേന്ദ്രം നിലവിൽ വന്നതാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വൈറ്റ് ടൈഗർ വെള്ളക്കടവയ്ക്ക് വേണ്ടിയുള്ള ബ്രീഡിംഗ് കേന്ദ്രം നിലവിൽ വന്നത് എവിടെയെന്ന് ചോദിച്ചാൽ
മധ്യപ്രദേശിലെ രേവയാണ് ഉത്തരം. മധ്യപ്രദേശ് രേവ ഉത്തരം. കരസേനയുടെ കിഴക്കൻ മേഖല ആസ്ഥാനത്തിൻ്റെ പേര്. കരസേനയുടെ കിഴക്കൻ മേഖല ആസ്ഥാനത്തിൻ്റെ പേര് ഫോർട്ട് വില്യം എന്നാണ് പഴയ പേര്. എന്നാൽ ഇപ്പോഴത്തെ പേര് വിജയ് ദുർഗ്. വിജയ് ദുർഗ് ആണ് ഉത്തരം. കരസേനയിലെ കിഴക്കൻ മേഖല ആസ്ഥാനത്തിൻ്റെ പേര് വിജയ് ദുർഗ്. ഇനി വിദേശത്ത് ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പുതിയ നിയമത്തിൻ്റെ പേര്. വിദേശത്ത് ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരുടെ സംരക്ഷണത്തിനായി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പുതിയ നിയമത്തിൻ്റെ പേരാണ് ഓവർസീസ് മൊബിലിറ്റി. അതായത് ഫെസിലിറ്റേഷൻ ആൻഡ് വെൽഫെയർ. ഫെസിലിറ്റേഷൻ ആൻഡ് വെൽഫെയർ ആണ് ഓവർസീസ് മൊബിലിറ്റി എന്നാണ് ആ നിയമം അറിയപ്പെടുന്ന പേര്. ഇനി 38ാമത് ദേശീയ ഗെയിംസിൽ ചാമ്പ്യന്മാരായത്. 38ാമത് ദേശീയ ഗെയിംസ് ചാമ്പ്യന്മാർ സർവീസസ് ആണ് ഉത്തരം. സർവീസസ് ആണ് ഉത്തരം. 38ാമത് ദേശീയ ഗെയിംസ് ചാമ്പ്യന്മാർ സർവീസസ്. ഇതിൽ കേരളത്തിൻ്റെ സ്ഥാനം 11. അതുപോലെ തന്നെ ഉത്തരാഖണ്ഡായിരുന്നു വേദി. ഉത്തരാഖണ്ഡ്. 38ാമത് ദേശീയ ഗെയിംസിൻ്റെ വേദി ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരാഖണ്ഡ്. ജേതാക്കൾ സർവീസസ്. കേരളത്തിൻ്റെ സ്ഥാനം 14ാം സ്ഥാനം. ഇനി ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിതനായത്. ഇന്ത്യയുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിതനായത് ആര് എന്നാണ് ചോദ്യം. ഉത്തരം ജ്ഞാനേഷ് കുമാറാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി ചുമതലയേറ്റത്. ജ്ഞാനേഷ് കുമാർ. ഡൽഹിയുടെ 9ാമത് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത് രേഖ ഗുപ്തയാണ്. ഡൽഹിയുടെ 9ാമത് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. ഡൽഹിയുടെ 4ാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണ് രേഖ ഗുപ്ത. ഡൽഹിയുടെ 4ാമത് വനിതാ മുഖ്യമന്ത്രി ആരെയാണ് ചോദിച്ചതിന് ഉത്തരം രേഖ ഗുപ്തയാണ്. ഡൽഹിയുടെ പുതിയ വനിതാ മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഡൽഹിയുടെ പുതിയ മുഖ്യമന്ത്രി ആരെന്ന് ചോദിച്ചാൽ രേഖ ഗുപ്ത. അതുപോലെ തന്നെ ഡൽഹിയുടെ 4ാമത് വനിതാ മുഖ്യമന്ത്രി ആരെന്ന് ചോദിച്ചാൽ രേഖ ഗുപ്തയാണ് ഉത്തരം. ഇനി അടുത്തത് ലോകവുമായി ബന്ധപ്പെട്ട പ്രധാന ചോദ്യങ്ങളാണ്. 2032 ഭൂമിയിൽ പതിക്കാൻ സാധ്യതയുള്ള ചിഹ്നഗ്രഹം ഏത് എന്നാണ് ചോദ്യം. ഭൂമിയിൽ പതിക്കാൻ ഇടയുള്ള 2032 ഭൂമിയിൽ പതിക്കാൻ ഇടയുള്ള ചിഹ്നഗ്രഹം ഏത് എന്നാണ് ചോദ്യം. യുഎൻഒയുടെ വിഭാഗം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ചിഹ്നഗ്രഹമാണിത്. ആ ചിഹ്നഗ്രഹത്തിൻ്റെ പേര് YR4. 2024 YR4 2024 കണ്ടെത്തിയതുകൊണ്ട് 2024 YR4 എന്നാണ് അതറിയപ്പെടുന്നത്. 2024 YR4. ഇനി അടുത്ത ചോദ്യം ലോകവുമായി ബന്ധപ്പെട്ട് വംശനാശ ഭീഷണി നേരിടുന്ന വന്യജീവികളുടെ സംരക്ഷണത്തിനായി ഐക്യരാഷ്ട്ര യുഎൻഒയുടെ മാതൃകയിൽ ആരംഭിച്ച സംഘടന. യുഎൻഒയുടെ മാതൃകയിൽ വന്യജീവികളുടെ സംരക്ഷണത്തിനായി ചോദ്യം ഒരിക്കൽ കൂടി. വംശനാശ ഭീഷണി നേരിടുന്ന വന്യജീവികളുടെ സംരക്ഷണത്തിനായി യുഎൻഒ മാതൃകയിൽ ഐക്യരാഷ്ട്രസഭയുടെ മാതൃകയിൽ ആരംഭിച്ച സംഘടനയുടെ പേര്. വംശനാശ ഭീഷണി നേരിടുന്ന വന്യമൃഗങ്ങളുടെ സംരക്ഷണത്തിനായി യുഎൻഒ മാതൃകയിൽ ആരംഭിച്ച സംഘടനയുടെ പേര് ഏത് എന്നാണ് ചോദ്യം. ഉത്തരം ഇന്റർനാഷണൽ ബിഗ് ക്യാറ്റ് അലയൻസ് എന്നാണ്. അതായത് അതിൻ്റെ ചുരുക്കപ്പേര് ഇബ്ക എന്നാണ് ചുരുക്കപ്പേര്. ഇന്റർനാഷണൽ ബിഗ് ക്യാറ്റ് അലയൻസ് എന്നാണ് അതറിയപ്പെടുന്നത്. ഇനി മോപ്പസാങ് വാലറ്റ്. പ്രശസ്ത ചിത്രകാരനാണ് അദ്ദേഹം. മോപ്പസാങ് വാലറ്റ് അടുത്ത കാലത്ത് അന്തരിക്കേണ്ടത്. ഇനി IVF-ലൂടെ ലോകത്താദ്യമായി കങ്കാരുവിൻ്റെ ഭ്രൂണങ്ങൾ സൃഷ്ടിച്ച രാജ്യം ഏത് എന്നാണ് ചോദ്യം. IVF-ലൂടെ ലോകത്താദ്യമായി കങ്കാരുവിൻ്റെ ഭ്രൂണങ്ങൾ സൃഷ്ടിച്ച രാജ്യം അല്ലെങ്കിൽ ഭൂഖണ്ഡം ഏതെന്ന് ചോദിച്ചാൽ ഓസ്ട്രേലിയയാണ്. കങ്കാരുവിൻ്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യമാണ് ഓസ്ട്രേലിയ തന്നെയാണ്. ഓസ്ട്രേലിയയുടെ ദേശീയ മൃഗം കൂടിയാണ് കങ്കാരു. IVF-ലൂടെ ലോകത്താദ്യമായി കങ്കാരുവിൻ്റെ ഭ്രൂണങ്ങൾ സൃഷ്ടിച്ച രാജ്യം ഏതെന്ന ചോദ്യത്തിന് ഉത്തരം ഓസ്ട്രേലിയ. ഇനി 2024 കറപ്ഷൻ പെർസെപ്ഷൻസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം. 2024 കറപ്ഷൻ പെർസെപ്ഷനിൽ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം. 2024 കറപ്ഷൻ പെർസെപ്ഷനിൽ
ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര എന്നാണ് ചോദ്യം. ഉത്തരം 96-ാം സ്ഥാനമാണ്. 1-ാം സ്ഥാനത്തുള്ളത് ഡെൻമാർക്കാണ്. പെർസെപ്ഷൻ ഇൻഡെക്സിൽ 2024 ഇന്ത്യയുടെ സ്ഥാനം 96-ാം സ്ഥാനമാണ്. 100 സ്ഥാനങ്ങൾക്ക് 4 സ്ഥാനം അകലെ മാത്രമാണ്. അതിൽ 1-ാം സ്ഥാനം നേടിയ രാജ്യം ഡെൻമാർക്കാണ് ഉത്തരം. ഇനി ലോകവുമായി ബന്ധപ്പെടുത്തുന്ന ഇന്ത്യയുടെ ചോദ്യം എന്ന് വേണമെങ്കിൽ പറയാം. സമുദ്രത്തിൻ്റെ അടിത്തട്ടിലേക്ക് മനുഷ്യനെ എത്തിക്കുന്നതിനുള്ള ഇന്ത്യയുടെ പദ്ധതി. സമുദ്രത്തിൻ്റെ അടിത്തട്ടിലേക്ക് മനുഷ്യനെ എത്തിക്കുന്നതിനുള്ള ഇന്ത്യയുടെ പദ്ധതിയുടെ പേരാണ് സമുദ്രയാൻ പദ്ധതി. സമുദ്രത്തിൻ്റെ അടിത്തട്ടിലേക്ക് മനുഷ്യനെ എത്തിക്കുന്നതിനുള്ള ഇന്ത്യയുടെ പദ്ധതിയുടെ പേരാണ് സമുദ്രയാൻ പദ്ധതി. ലോകത്തിൻ്റെ പടക്കളം എന്നറിയപ്പെടുന്നതാണ് ബെൽജിയം. ആ ബെൽജിയത്തിൻ്റെ പ്രധാനമന്ത്രിയായി അധികാരമേറ്റത് ആര് എന്നാണ് ചോദ്യം. ബെൽജിയത്തിൻ്റെ പ്രധാനമന്ത്രിയായി അധികാരമേറ്റത് ആര് എന്ന് ചോദിച്ചാൽ ബ്ലാർട്ട് ഡെ വേവർ. ബ്ലാർട്ട് ഡെ വേവറാണ് ബെൽജിയത്തിൻ്റെ പ്രധാനമന്ത്രിയായി അധികാരമേറ്റത്. ബെൽജിയത്തിൻ്റെ പ്രധാനമന്ത്രിയായി അധികാരമേറ്റത് ബ്ലാർട്ട് ഡെ വേവർ. ബ്ലാർട്ട് ഡെ വേവർ. ഇനി ഏറ്റവും അവസാന ഭാഗത്തേക്ക് കിടക്കുന്ന സ്പോർട്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് അടുത്തത്. ഏകദിന ക്രിക്കറ്റിലെ അരങ്ങേറ്റ മത്സരത്തിൽ 150 റൺസ് എടുത്തുന്ന ആദ്യ കളിക്കാരൻ. വളരെ വലിയൊരു റെക്കോർഡാണ്. ഏകദിന ക്രിക്കറ്റിൽ അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ 150 റൺസ് എത്തുന്ന ആദ്യ കളിക്കാരൻ മാത്യു ബ്ലിറ്റ്സ് കൈയാണ്. മാത്യു ബ്ലിറ്റ്സ് കൈ എന്ന ദക്ഷിണാഫ്രിക്കൻ താരമാണ് ഏകദിന മത്സരത്തിലെ ആദ്യ അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ 150 റൺസ് എടുത്തത്. ഇനി ഇന്ത്യൻ സ്നൂക്കർ ചാമ്പ്യൻഷിപ്പിൽ ജേതാവായി. ഇന്ത്യൻ സ്നൂക്കർ ചാമ്പ്യൻഷിപ്പ് ജേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടത് പങ്കജ് അദ്വാനിയാണ്. ഇന്ത്യൻ സ്നൂക്കർ ചാമ്പ്യൻഷിപ്പ് ജേതാവ് പങ്കജ് അദ്വാനി. ഇനി ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട അടുത്ത സ്പോർട്സ് ചോദ്യം. ഏകദിന ക്രിക്കറ്റിൽ വേഗത്തിൽ 14,000 റൺസ് തിരക്കുന്ന താരമെന്ന റെക്കോർഡ് നേടിയത് ഇന്ത്യൻ താരം, അല്ലെങ്കിൽ ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ 14 റൺസ് നേടുന്ന ആദ്യ താരം എന്ന ബഹുമതി ലഭിച്ചത് ഇന്ത്യയുടെ മുൻ ക്യാപ്റ്റൻ കൂടിയായിട്ടുള്ള വിരാട് കോഹ്ലിയാണ് ഉത്തരം. വിരാട് കോഹ്ലിയാണ് ഉത്തരം. ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ 14,000 റൺസ് തികയ്ക്കുന്ന റെക്കോർഡ് നേടിയ ഇന്ത്യൻ താരമാണ് വിരാട് കോഹ്ലി. ഇനി ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ ക്യാച്ച് എടുക്കുന്ന താരം എന്ന ബഹുമതി, അതായത് 158ഓളം ക്യാച്ചുകളാണ് അദ്ദേഹം എടുത്തത്. ആ റെക്കോർഡിനുടമയും വിരാട് കോഹ്ലിയാണ്. ഏകദേശം 158ഓളം ക്യാച്ചുകളാണ് അദ്ദേഹം എടുത്തിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ ക്യാച്ചുകൾ എടുക്കുന്ന ഏകദിന താരം കൂടിയാണ് വിരാട് കോഹ്ലി. ഇനി ലോകവുമായി ബന്ധപ്പെട്ട 97ാമത് ഓസ്കാർ അവാർഡ് ആണ് പ്രധാനമായിട്ടും അറിയാനുള്ളത്. അതിൽ 97ാമത് ഓസ്കാർ അവാർഡ് നേടിയ ചിത്രം ഏത് എന്ന് ചോദിച്ചാൽ അനോറയാണ് ചിത്രം. 97ാമത് ഓസ്കാർ അവാർഡ് നേടിയ ചിത്രം അനോറയാണ്. സംവിധായകൻ ഷോൺ ബേക്കറാണ്. അനോറയുടെ സംവിധായകൻ ഷോൺ ബേക്കർ ആണ്. ഷോൺ ബേക്കർ സംവിധായകൻ. അതുപോലെ തന്നെ മികച്ച നടൻ അഡ്രിയൻ ബ്രോഡിയാണ്. ദ ബ്രൂട്ടലിസ്റ്റ് ആണ് ചിത്രം. മികച്ച നടൻ അഡ്രിയൻ ബ്രോഡിയാണ്. ദ ബ്രൂട്ടലിസ്റ്റ് ആണ് ചിത്രം. നടി മൈക്കി മാഡിസൺ. അനോറയാണ് ചിത്രം. മൈക്കി മാഡിസനാണ് നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. അനോറയാണ് ചിത്രം. സഹനടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് സോയി സാൽദാന. സഹനടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് സോയി സാൽദാന. എമിലിയ പെരസാണ് ചിത്രം. എമിലിയ പെരസാണ് ചിത്രം. ഇനി സഹനടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് കിരൺ കുൽക്കിൻ. എ റിയൽ പെയിനാണ് സിനിമ. സഹനടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് കിരൺ കുൽക്കിൻ. എ റിയൽ പെയിനാണ് സിനിമ. ഇനി തിരക്കഥാകൃത്ത് എഡിറ്റിംഗ് ആണ് ഷോൺ ബേക്കർ. തിരക്കഥാകൃത്ത് എഡിറ്റിംഗ് എന്നീ മേഖലകളിൽ അവാർഡ് ലഭിച്ചത് ഷോൺ ബേക്കറാണ്. അനോറയുടെ സംവിധായകൻ കൂടിയാണ് ഷോൺ ബേക്കർ എന്ന കാര്യം ഓർമ്മിക്കേണ്ടതാണ്. മികച്ച വിദേശ ഭാഷാ ചിത്രം ഐ ആം സ്റ്റിൽ ഹിയർ. മികച്ച വിദേശ ഭാഷാ ചിത്രം ഐ ആം സ്റ്റിൽ ഹിയർ ആണ് മികച്ച വിദേശ ഭാഷാ ചിത്രം. സംവിധായകൻ വാൾട്ടർ സാൽസ് ആണ്. സംവിധായകൻ വാൾട്ടർ സാൽസ്. ഇനി വസ്ത്രാലങ്കാരം. ഓസ്കാർ അവാർഡുമായി ബന്ധപ്പെട്ട വസ്ത്രാലങ്കാരത്തിന് അവാർഡ് ലഭിച്ചത് പോൾ ടോയ്സനാണ്. വിക്ഡ് ആണ് ഉത്തരം. വിക്ഡ് ആണ് സിനിമ. വസ്ത്രാലങ്കാരം പോൾ ടോയ്സലാണ്. വിക്കറ്റ് ആണ് വസ്ത്രാലങ്കാരവുമായി ബന്ധപ്പെട്ട സിനിമ.
ഛായാഗ്രഹണം ലോൽ ക്രൗളി, ദ ബ്രൂട്ടലിസ്റ്റാണ് ചിത്രം. ഇനി മികച്ച സംഗീതം ഡാനിയൽ ബ്ലൂംബെർഗ്, ദ ബ്രൂട്ടലിസ്റ്റാണ് ചിത്രം. മികച്ച സംഗീതം ഡാനിയൽ ബ്ലൂംബെർഗ് ആണ്, ദ ബ്രൂട്ടലിസ്റ്റാണ് ചിത്രം. മികച്ച ആനിമേഷൻ ചിത്രമാണ് ഫ്ലോ. മികച്ച ആനിമേഷൻ ചിത്രം ഫ്ലോ ആണ് 97ാമത് ഓസ്കാറിൽ തിരഞ്ഞെടുക്കപ്പെട്ടത്. ആനിമേറ്റഡ് ഷോർട്ട് ഫിലിം ഇൻ ദ ഷാഡോ ആണ് ആനിമേറ്റഡ് ഷോർട്ട് ഫിലിം. ആനിമേഷൻ ഷോർട്ട് ഫിലിം ഇൻ ദ ഷാഡോ ഓഫ് സൈപ്രസ് ആണ് ഉത്തരം. ഇനി മേക്കപ്പ് ദ സബ്സ്റ്റൻസ്. മേക്കപ്പിനുള്ള പുരസ്കാരം ദ സബ്സ്റ്റൻസ് ആണ് ഉത്തരം. മികച്ച ഗാനം എൽമാൽ എമിലിയ പെരസിൻ്റെ ചിത്രം. മികച്ച ഗാനം എൽമാൽ, ചിത്രം എമിലിയ പെരസ്. ഡോക്യുമെൻ്ററി ഷോർട്ട് ഫിലിമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ദ ഓൺലി ഗേൾ ഇൻ ദ ഓർക്കസ്ട്ര. ഡോക്യുമെൻ്ററി ഷോർട്ട് ഫിലിമായി തിരഞ്ഞെടുക്കപ്പെട്ടത് മികച്ച ഡോക്യുമെൻ്ററി ഷോർട്ട് ഫിലിമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ദ ഓൺലി ഗേൾ ഇൻ ദ ഓർക്കസ്ട്ര. ഇനി സൗണ്ട് ഡിസൈൻ ഡ്യൂൺ പാർട്ട് 2. സൗണ്ട് ഡിസൈൻ ഡ്യൂൺ പാർട്ട് 2 ആണ്. വിഷ്വൽ ഇഫക്റ്റ് ഡ്യൂൺ പാർട്ട് 2ന് 2 അവാർഡുകളുണ്ട്. ഒന്ന് സൗണ്ട് ഡിസൈൻ ഡ്യൂൺ പാർട്ട് 2 ആണ്. വിഷ്വൽ ഇഫക്ട്സും ഡ്യൂൺ പാർട്ട് 2 ആണ്. മികച്ച ഹ്രസ്വ ചിത്രം ഐ ആം നോട്ട് എ റോബോട്ട്. മികച്ച ഹ്രസ്വ ചിത്രമായി ഓസ്കാർ തിരഞ്ഞെടുക്കപ്പെട്ട് ഐ ആം നോട്ട് എ റോബോട്ട്. ഇത്രയുമാണ് ഓസ്കാറുമായി ബന്ധപ്പെട്ട പ്രധാന അവാർഡുകൾ. ഇതിൽ മികച്ച നടൻ, സഹനടൻ, അതുപോലെ തന്നെ മികച്ച ചിത്രം എന്നിവയാണ് സാധാരണ ഓർത്തു വെക്കേണ്ട പ്രധാന ചോദ്യങ്ങൾ. അതുപോലെ തന്നെ വസ്ത്രാലങ്കാരവും ചോദ്യമായി വന്നിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായും ഓർമ്മിച്ചു വെക്കേണ്ടത്. ഓസ്കാറുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ബുള്ളറ്റിൻ വന്ന മറ്റ് അനുബന്ധ